ഹലോ, ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയായിരുന്നു, ജോലി സ്ഥലത്തു നിന്ന് അവധിയായതുകൊണ്ട് എത്തിയതാണ് കേട്ടോ. ആലപ്പുഴയാണ് നാടെന്ന് നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നാലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സുഖമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനി കുട്ടനാട്ടുകാരിയും വീട്ടുകാരിയൊക്കെ ആവും കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിയുമ്പം ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ് കുട്ടനാട്, സമ്മതിച്ചു. പക്ഷേ ആവശ്യത്തിന് വെള്ളമില്ലെന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുളമൊക്കെ ഒരു ഏപ്രിലൊക്കെ ആകും വറ്റും. കൃഷിയൊക്കെ ആണെങ്കിലും ഉണങ്ങിക്കരിയും. വേറൊന്നുമല്ല, നമ്മൾ കൃഷിയൊക്കെ ഇട്ടാലും കേടാണോ വേണ്ടത്ര ജലം കിട്ടാത്തത് കൊണ്ട് വെള്ളവും ഇല്ല, അത് സ്വാഭാവികമായിട്ടും കേട് വന്ന് വാടിപ്പോകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് വീടിന്. അതാണ് ഞാനത് വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വെച്ചു. കൃഷിയൊക്കെ ഉണങ്ങി, പയറും വെണ്ടയും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. പയറെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേണ്ടത്ര പരിചരണം അതിന് കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകുമല്ലോ. രാവിലെയും വൈകിട്ടുമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കേടായി പോകും. പിന്നെ സ്വാഭാവികമായിട്ടും പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ അത് കേടായി പോകും. പിന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളും ഇടാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇടാത്തത് കൊണ്ട് നമ്മൾ അയൽവക്കത്തുള്ളൊരു വീട്ടിലെ അമ്മയും അച്ഛനും കൂടെയാണ് ഇവിടെ കൃഷി ഇറക്കിയത്. നമ്മുടെ വീടിൻ്റെ പറമ്പാണ്. വെണ്ടയൊക്കെ ആണെങ്കിലും വിളഞ്ഞിട്ട് കേട് വന്നിട്ടുണ്ട്. വൈകുന്നേരം ഈ വെണ്ട കഴിക്കാനാണെങ്കിൽ ഇവിടെ അതിഥി വരാറുണ്ട്. വേറെ ആരുമല്ല, തത്തയാണ് കേട്ടോ. വൈകുന്നേരം കൂട്ടത്തോടെ വരും. ഓരോ വെണ്ടയിലും പോയിരുന്ന് വെണ്ടക്ക തിന്നലാണ് അതിൻ്റെ ഒരു പരിപാടി. അതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പറന്നു പോകും. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ദേ പാടമൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വെള്ളം കയറ്റലായിരിക്കും. നെല്ലൊക്കെ കയറി പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ വെള്ളം കയറ്റാൻ തുടങ്ങും. പാടത്തേക്ക് വെള്ളം കയറ്റാൻ തുടങ്ങും. പാടത്തെ വെള്ളം കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഏക മാർഗ്ഗം നമുക്ക് വള്ളത്തിലൂടെ പോകുന്നതാണ് ഏക മാർഗ്ഗം. നമ്മൾ പാടത്തിനോട് ചേർന്നാണ്. അപ്പോൾ നമുക്ക് റോഡിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് വള്ളം യൂസ് ചെയ്തേ പറ്റും. അപ്പം ഇതാണ് എൻ്റെ നാടും പരിസരവും ഒക്കെ. ഇനിയുള്ള വീഡിയോയിലൊക്കെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളും മറ്റു സ്ഥലങ്ങളും ഒക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക. താങ്ക്